Hello friends, welcome back to our channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്മൈലി ഡിസൈൻ ആണ്. നിങ്ങൾ റെഡിമെയ്ഡ് ഡ്രസ്സിന്റെ മുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ടീ-ഷർട്ടിന്റെ മുകളിലൊക്കെ. പക്ഷെ അത് പ്രിന്റ് ആണ്. നമ്മൾ ഇന്ന് പ്രിന്റ് അല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, തുണിയിൽ ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ മാത്രമേ ഞാൻ ഇന്ന് കാണിക്കുന്നുള്ളൂ, ഫ്രോക്ക് സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല. ഇനി നിങ്ങൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഞാൻ ഇതിനു മുന്നേയുള്ള ഒരുപാട് വീഡിയോസിൽ കാണിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് കീർത്തന. നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ബേസായിട്ട് ബ്ലാക്ക് കളറാണ് എടുത്തേക്കുന്നത്, അതായത് ഫ്രോക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കൂടാതെ 2 കളർ എടുത്തിട്ടുണ്ട്, യെല്ലോയും റെഡും. പിന്നെ നമുക്കൊരു ക്യാൻവാസ് കൂടെ ആവശ്യമാണ്. ഇനി നമ്മുടെ ആ സ്മൈലി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യെല്ലോ തുണി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വലുപ്പത്തിനുള്ള സർക്കിൾ വരച്ചെടുക്കുക കേട്ടോ. വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തുന്നത്തുണി കൂടെ മനസ്സിൽ കണക്കാക്കിയിട്ട് വേണം വരക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇച്ചിരി എക്സ്ട്രാ എടുക്കണം, നിങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാളും ഇത്തിരി എക്സ്ട്രാ എടുക്കണം. ഇതുപോലത്തെ 2 സർക്കിൾ നമുക്ക് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഒന്ന് അടിയിൽ ലൈനിങ് ആയിട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ ഈ മുകളിൽ വെക്കുന്ന നല്ല തുണി എന്ന് പറയുന്നത് കോട്ടൺ ആണ് ഞാൻ എടുത്തേക്കുന്നത്. പക്ഷെ അടിയിൽ വെക്കാൻ ഇതിനേക്കാൾ നേരിയ ഒരു ലൈനിങ്ങിൻ്റെ പീസാണ് ഞാൻ എടുക്കുന്നത്. ഇതേ തുണി തന്നെ അടിയിൽ ലൈനിങ് ആയിട്ട് വെച്ചാൽ പോരെയും ചോദിച്ചു കഴിഞ്ഞാൽ വെക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേങ്കിൽ എന്താ പറയുക, നല്ല കട്ടിയായിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടിയിൽ നേരിയ ലൈനിങ് വെച്ചാൽ മതി എന്നുള്ളത് പറഞ്ഞത്. ഓൾറെഡി സ്മൈലി കട്ടിയായി നിൽക്കാൻ വേണ്ടി നമ്മൾ ക്യാൻവാസ് വെക്കുന്നുണ്ട്, അപ്പോൾ അടിയിൽ അത്രയും തിക്നെസ് ആയിട്ടുള്ള ഒരു തുണീൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് സ്മൈലിക്ക് ഐസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ട ഞാൻ ചെറിയൊരു ലവിൻ്റെ ഷേപ്പിൽ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സർക്കിൾ എത്ര വലുപ്പമാണോ അതിൻ്റെ ഒരു ആനുപാതികമായിട്ടുള്ള വലുപ്പത്തിൽ നോക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും പറയാനില്ല. അപ്പോൾ നമ്മുടെ ചുവന്ന തുണിയിൽ ഞാൻ 2 കണ്ണ് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമ്മൾ സർക്കിളിനൊക്കെ എടുത്തതുപോലെ തന്നെ ഇതിനും നമുക്ക് തുന്നത്തുണി കുറച്ച് എക്സ്ട്രാ എടുക്കണം കേട്ടോ. പക്ഷേ എന്താ പറയുക, മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് അളവ് മാർക്ക് ചെയ്താലും കട്ട് ചെയ്യുമ്പോൾ ഇത്തിരി വിട്ടിട്ട് കട്ട് ചെയ്താൽ മതിയാകും. കണ്ടോ, ഈ പേപ്പറിലുള്ളതാണ് എനിക്ക് ആവശ്യമുള്ള അളവ് എന്ന് പറയുന്നത്. കണ്ടോ, അതിനേക്കാളും എക്സ്ട്രാ തുണി ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വലിപ്പം കുറയും എന്നർത്ഥം. ഇനി നമുക്കിതിൻ്റെ വായി കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് തുണി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയുള്ള തുണി തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഇത് കോട്ടൺ അല്ല, വേറൊരു ചെറിയൊരു പോളിസ്റ്റർ ടൈപ്പ് മെറ്റീരിയലാണ്, പക്ഷെ നല്ല കട്ടിയുള്ള തുണിയാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് കറക്റ്റായിട്ട് തുണിയിൽ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ്. ഇത് കട്ട് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് വേണ്ടുന്ന തുന്നത്തുണി നിങ്ങൾ അധികം എടുക്കണം. ബാക്കി 2 മെറ്റീരിയലും കോട്ടൺ തന്നെയാണ് കേട്ടോ, ഇത് മാത്രമേ ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ. ഇത് ഡ്രസ്സിൻ്റെ മുകളിൽ മാത്രമൊന്നുമല്ല കേട്ടോ, നമുക്ക് വേറെയും കുറേ സാധനത്തിൻ്റെ മുകളിൽ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പില്ലോയുടെ മുകളിൽ ചെയ്യാം, അതുപോലെ തന്നെ നമ്മളെ സോഫ കവർ ഉണ്ടാവില്ലേ അതിൻ്റെ മുകളിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മെറ്റീരിയലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാൻവാസ് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് മറ്റേ ഒട്ടിക്കുന്ന ക്യാൻവാസ് ആണ്, തുണിയുടെ മുകളിൽ ഒട്ടിച്ച് വെക്കുന്ന ക്യാൻവാസ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ മുകളിലും ഇത് ഒട്ടിച്ചു കൊടുക്കണം. നമ്മളെ സ്മൈലി നല്ല സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ കണ്ടോ, ലൈനിങ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാ പീസിനും ലൈനിങ് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതായത് നമ്മുടെ കണ്ണിനും അതേപോലെ തന്നെ ഈ വായിക്കും എല്ലാ തുണിക്കും കണക്കായിട്ട് ലൈനിങ് കൂടെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് നല്ല തുണി ക്യാൻവാസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ക്യാൻവാസിൻ്റെ തിളക്കമുള്ള ഭാഗത്താണ് നമ്മുടെ നല്ല തുണി വെക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ തിരിച്ചിട്ടിട്ട് വേണം ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ ആ സംഭവം ഇസ്തിരിപ്പെട്ടിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിച്ചോ, എന്നോട് തെറ്റിപ്പോയതാണ്. എൻ്റെ ഇസ്തിരിപ്പെട്ടിൻ്റെ അടിയിൽ ഇത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചെറിയ ഇളം ചൂടൊക്കെ ആണെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല, ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. പക്ഷേ ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നിങ്ങൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് പറഞ്ഞു വരുമൊന്നുമില്ല. അപ്പം നമുക്ക് നല്ല സേഫായിട്ട് അടിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്നോളും. ഇതുപോലെ എല്ലാ പീസിനും ഞാൻ ക്യാൻവാസ് വെച്ച് കൊടുക്കുവാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ആൻഡ് സ്റ്റൈൽ _കീർത്തന എന്നുള്ളതാണ് എൻ്റെ ഇൻസ്റ്റ ID. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ കണ്ടോ, എല്ലാ സംഭവവും നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേസ്റ്റ് വരുന്ന ക്യാൻവാസൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ക്യാൻവാസ് കട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ പുറത്തേക്ക് ഇടേണ്ട കാര്യമില്ല കേട്ടോ. ഇതിന് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്താൽ മതി, കാരണം നമ്മൾ ഓൾറെഡി തുണിയൊക്കെ എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞതാണ്. ഇതേപോലെ നിങ്ങൾക്ക് പല സ്മൈലീൻ്റെ ഡിസൈനും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം നമ്മളെ സ്മൈലീൻ്റെ വായ് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മഞ്ഞ ലൈനിങ് തന്നെയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ബ്ലാക്ക് തന്നെ എടുക്കുന്നതാണ്. ഞാനിപ്പോൾ അതില്ലാത്തത് കൊണ്ട് തൽക്കാലം യെല്ലോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. എങ്ങനെയായാലും അത് പുറത്ത് കാണുമൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല.
അപ്പോൾ നിങ്ങളിത് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ചുറ്റും അടിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്മൈലീൻ്റെ കണ്ണാക്കണം. അപ്പോൾ അതിനും ഞാൻ മഞ്ഞ ലൈനിങ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ സെയിം ഇപ്പം കാണിച്ച അതേപോലെ തന്നെ ചുറ്റും നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ വേസ്റ്റ് വരുന്ന ലൈനിങ്ങും സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ മുറിപ്പിട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് ഇതിൻ്റെ കോണൊക്കെ വരുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെയൊക്കെ നല്ല രീതിയിലൊന്ന് മുറിപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് മറിച്ചിടാൻ വേണ്ടി പറ്റുള്ളൂ. മുറിപ്പിട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മറിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ ബാക്ക് സൈഡ് എടുക്കുക കേട്ടോ, അതായത് ആ ലൈനിങ് വെച്ച സ്ഥലം അതെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ലൈനിങ്ങിനെ ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഫുള്ളായിട്ട് കീറാൻ പാടില്ല, കാരണം നമുക്ക് ഈ ലൈനിങ്ങിനെ പതിച്ചടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ലൈനിങ് നമുക്ക് ആവശ്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് മറിച്ചിടാനുള്ള പർപ്പസിന് വേണ്ടി മാത്രം ചെറിയ രീതിയിലൊന്ന് കീറി കൊടുക്കുക. ലൈനിങ് കട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ളിലുള്ള നല്ല തുണി കട്ട് ചെയ്ത് പോകാണ്ടിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് വളരെ സാവധാനത്തിൽ ഇതിനെ ഇങ്ങനെ മറിച്ചിടുക. കുറച്ച് ബുദ്ധിമുട്ടാണ്, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയം എടുത്തിട്ട് ചെയ്യുക. പിന്നെ അതേപോലെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള സാധനം എടുത്തിട്ട് ഇതിൻ്റെ കോർണറൊക്കെ നിങ്ങൾക്ക് ആക്കി കൊടുക്കാവുന്നതാണ്. കോർണർ നമുക്ക് കൈയോട് ആക്കാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ മൂർച്ചയുള്ള എടുത്തിട്ട് മാക്സിമം കോണ് വരുന്ന രീതിയിൽ ആക്കി കൊടുക്കുക. ഇതേപോലത്തെ പാറ്റേണിൽ വരുന്ന വേറൊരു ഡ്രസ്സ് കൂടി നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഉടുപ്പിൻ്റെ മുകളിൽ ഒരു അംബ്രല്ല ഡിസൈൻ വരുന്നതാണത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാനിവിടെ ഐ ബട്ടൺ കൊടുക്കുക, കൂടാതെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുക്കാം. അപ്പോൾ ഞാൻ കണ്ടോ മാക്സിമം നല്ല രീതിക്ക് കോർണറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി ഒന്ന് നീറ്റാവും കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ അറ്റത്തൂടെ നല്ല രീതിക്കൊന്ന് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കണം. ഇനി അടിയിലത്തെ ആ ലൈനിങ് പുറത്ത് കാണാത്ത രീതിയിൽ മാക്സിമം ഉള്ളിലേക്കാക്കിയിട്ട് ഞാൻ അറ്റത്തൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. കണ്ടോ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ മറ്റേ കണ്ണും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കണ്ണും വായും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ ഇതുപോലെ മടക്കി കഴിഞ്ഞാൽ. എന്നിട്ട് അതൊന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണ് ഇതൊക്കെ വെക്കേണ്ടത് എന്നുള്ള കറക്റ്റ് ഏകദേശം അളവൊക്കെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്ത് ഇനി നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ക്യാൻവാസ് ഇല്ലെങ്കിലും ഇത് സ്റ്റിച്ചൊക്കെ ചെയ്യാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. വെറും തുണിയിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയായാലും നമ്മളിത് ഡ്രസ്സിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ വലിയ വട്ടം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് മര്യാദയ്ക്ക് അവിടെ നിൽക്കുകയൊക്കെ ചെയ്യും. പിന്നെ ക്യാൻവാസ് വരുമ്പോൾ ഇത്തിരിയും കൂടി ഒന്ന് നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നുള്ളതാണ്. നിങ്ങൾ ഇതിൻ്റെ ചെറിയ സൈസാണ് ചെയ്യുന്നതെങ്കിൽ ക്യാൻവാസ് നിർബന്ധമൊന്നുമല്ല. അപ്പോൾ നമ്മുടെ സ്മൈലി ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് നമ്മളിപ്പം ചെയ്തതുപോലെ തന്നെ ലൈനിങ് ഇതുപോലെ നല്ല വശത്ത് വെച്ച് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത ശേഷം ലൈനിങ്ങിന് ഇതുപോലെ കീറി എന്താ പറയുക മറിച്ചിട്ടിട്ട്
നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഇത്ര നേരം കണ്ണൊക്കെ ചെയ്തതുപോലെ തന്നെ. പക്ഷെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ സിമ്പിളായിട്ട് അടിയിൽ വെച്ച് നിങ്ങൾക്ക് ലോക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് പുറത്തുകൂടി ലോക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുത്താലും മതിയാകും. ലോക്ക് ചെയ്തിട്ടാകുമ്പോൾ ഇത്തിരിയും കൂടി ഒരു എന്താ പറയുക, കുറച്ചും കൂടി ഒരു നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് ലോക്കാണ് ചെയ്യുന്നത്. ഇനി ലോക്കില്ലെങ്കിലും ഒരു പ്രശ്നവും, നമ്മൾ ഇത്ര നേരം ചെയ്തതുപോലെ തന്നെ ലൈനിങ് വെച്ചിട്ട് മറിച്ചിട്ട് കൊടുത്താൽ തന്നെ മതി. പിന്നെ ഞാൻ നിങ്ങൾക്ക് 2 രീതിയിലും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കണ്ടോ, ലോക്ക് ചെയ്താൽ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. കണ്ടോ, നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും. കണ്ടോ, ഇനി ലോക്കില്ലെങ്കിലും ഒരു പ്രശ്നവും, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ലൈനിങ് വെച്ച് മറിച്ചിട്ടിട്ട് പുറത്തൂടെ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമല്ലോ, അപ്പോഴും നല്ല ഫിനിഷിങ് തന്നെ ഉണ്ടാവും. അങ്ങനെ നമ്മളെ സ്മൈലി റെഡി ആയിട്ടുണ്ട്. ഞാനിത് വേഗം തന്നെ ഡ്രസ്സിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, സൈഡൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. ഒരു സിമ്പിൾ ബേസിക് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഡ്രസ്സാണ്. അപ്പോൾ ബ്ലാക്കിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാലായിരിക്കും ഏറ്റവും നല്ല ഹൈലൈറ്റ് ഉണ്ടാവുക ഈ സ്മൈലിക്ക്. വേറെ കളേഴ്സും യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ബ്ലാക്ക് ആകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു അട്രാക്റ്റീവ് ആയിരിക്കും. മാത്രമല്ല ഞാൻ ഈ ഫ്രോക്കിന് കുറച്ചും കൂടി ഒരു ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡ്രസ്സിൻ്റെ താവുണ്ടല്ലോ, ഡ്രസ്സിൻ്റെ താവും അതേപോലെ തന്നെ നമ്മുടെ കൈയുടെ താവും ഉണ്ടാവുമല്ലോ, അത് രണ്ടും ഞാൻ ലോക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് സാധാ സിമ്പിൾ മെഷീൻ സ്റ്റിച്ച് അല്ലാതെ നമ്മുടെ ലോക്ക് മെഷീൻ ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. മാത്രമല്ല മഞ്ഞ കളർ നൂല് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ. ജസ്റ്റ് ബോർഡറിന് മാത്രം മഞ്ഞ കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഹൈലൈറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മഞ്ഞ ഹൈലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരിയ പൈപ്പിംഗ് ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. അങ്ങനെയാണെങ്കിലും രസം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്ത ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. മാത്രമല്ല നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും സ്റ്റേ സേഫ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.